നോക്കിയേ സൈൻ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് വന്നേക്കുക. നമുക്കറിയാം ഇതെന്താ, സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് എന്തുകൊണ്ട് എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലയോ. സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് പറയുന്ന വേറെ ഫംഗ്ഷൻ ഉണ്ട്. സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കിടക്കുക. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, സോ ഈ എഫ് ആണ് എന്തോന്ന്, സൈൻ എക്സ്. ജി ഓഫ് എക്സ് ആണ് എന്തോന്ന്, നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് 5, എക്സ് സ്ക്വയർ പ്ലസ് 5. സോ ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറെ ഫംഗ്ഷൻ കിടക്കും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് നമുക്കറിയാം. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. സോ നമുക്കുണ്ട് y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സൈൻ്റെ ഡെറിവേറ്റീവ്, ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ, സൈൻ. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ പഠിച്ചായിരുന്നു, കോസ്. സോ കോസ്, സൈൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന് ആൻസർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അകത്ത് വേറൊരു ഫംഗ്ഷൻ കിടപ്പില്ലായിരുന്നോ, അതിന്റെയും ഡെറിവേറ്റീവ് എടുക്കണം. കണ്ടോ, സൈൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എടുത്തു, ഇൻറ്റു ഇനി ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം, അകത്തൊരാൾ കിടപ്പുണ്ട്, അവന്റെയും ഡെറിവേറ്റീവ് എടുക്കണം അല്ലയോ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ആരുടെയാ, എക്സ് സ്ക്വയർ പ്ലസ് 5. സോ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. ആദ്യം എന്ത് ചെയ്യുക, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 2x, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 2x പ്ലസ് ഇനി ആരുടെയാ 5ന്റെ ഡെറിവേറ്റീവ്. നമുക്കറിയാം ഡെറിവേറ്റീവിന് എന്ത് ചെയ്യാം, ഇങ്ങനെ ആദ്യമേ എക്സ് സ്ക്വയറിനെ ചെയ്യാം, പിന്നെ 5നെ ചെയ്യാം. 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലയോ, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0. സോ ആൻസർ എന്ത് കിട്ടി, 2x കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ. അപ്പൊ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യത്തെ ഫംഗ്ഷന്റെ ചെയ്യണം, ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇനി അതിനകത്ത് വേറെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റു ആ ഫംഗ്ഷൻ്റെയും ചെയ്യണം. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും, അപ്പോൾ അതും ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ്